ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം മൈക്ക് കുത്തിയിട്ടില്ല, മൈക്കിൽ ബാറ്ററി ലോ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരൻ, പാർക്കിലെ കൂട്ടുകാരൻ, പാർക്ക് മേറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ പുള്ളിക്കാരൻ വരികയും 20,000 രൂപ തന്നേ പറ്റൂ എന്ന് ശ്രുതിയോട് പറഞ്ഞു. നിങ്ങൾക്ക് എനിക്കറിയില്ല, നിങ്ങളുടെ അവസ്ഥയൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് 20,000 രൂപ കിട്ടണം. റൗഡികളെ പോലെ ഒന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്, സാധാ മനുഷ്യരെ പോലെ ഒന്ന് സംസാരിച്ച് ഞാൻ പൈസ മേടിക്കുകയുള്ളൂ. പിന്നെ ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ട് നടക്കുന്ന നിങ്ങൾക്കൊരു 20,000 രൂപ എടുത്തു തരാൻ നിസ്സാരമൊന്നും അല്ലല്ലോ. അതൊക്കെ നിസ്സാരമല്ലേ? നിസ്സാരമല്ലല്ലോ എന്നല്ല, അതൊക്കെ വെറും നിസ്സാരമല്ലേ. അപ്പം പിന്നെ മാഡം എനിക്കൊരു 20,000 രൂപ തന്നാൽ മതി, കെട്ടിയോൻ തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കെട്ടിയോന് ജോലിയും വേലയും കൂലിയൊന്നുമില്ല, അപ്പം മാഡം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് കാലി ഇങ്ങോട്ട് വന്നില്ലേ, പേരുവിരളിൽ നിന്ന് തരിച്ചങ്ങ് കയറിയില്ലേ. നിങ്ങൾ കാരണം എനിക്ക് തലവേദന മാത്രമേ ഉള്ളൂ, നിങ്ങൾ സ്വസ്ഥതയും സമാധാനവും എനിക്ക് തരത്തില്ലല്ലോ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം മേടിച്ചാൽ മതിയല്ലോ, ഞാനല്ലേ പൈസ ഉണ്ടാക്കേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് കോടയാണ് ജയനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. അപ്പൊ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഞാനന്ന് നിനക്ക് ശമ്പളം തരാൻ വേണ്ടി മേടിച്ചതാ. ശമ്പളം കോപ്പ്, ഇപ്പൊ എല്ലാവർക്കും പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. എൻ്റെ കയ്യിൽ എവിടെ നിന്ന് ഇതിന് മാത്രം പൈസ? അല്ല, നിനക്ക് വേറെ ആർക്കാ പൈസ കൊടുക്കാനുള്ളത്? അത് ഞാനങ്ങ് പറഞ്ഞതാ. ഇനിയിപ്പം 14 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇവിടെയോ കാനഡയിൽ അങ്ങോട്ട് പോകാൻ ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എവിടെ പോയി ഉണ്ടാക്കുന്ന നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ദേ ശ്രുതിയുടെ കാര്യം നോക്ക്. ഇനിയിപ്പം എന്നെ ശല്യപ്പെടുത്തരുത്, ദയവ് ചെയ്ത് എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കരുത്. നിങ്ങൾ വിവരമില്ല, ബോധമില്ല, 3 ഡിഗ്രി 4 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് എറിഞ്ഞു കളയാ, അതാ നല്ലത്. ഡിഗ്രി കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തേങ്ങ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഡിഗ്രി കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ദേ ആ സച്ചിനൊക്കെ കണ്ടില്ലേ, അവനൊക്കെ ഓട്ടം ഓടിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾക്ക് കുറേ ഡിഗ്രി ഉണ്ട് പോലും, അതുകൊണ്ട് നിങ്ങൾ കൊട്ട ചുമന്നോട്ടോ നടന്നോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് പോയി, ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. അപ്പോൾ പുറകെ അയ്യോ ശ്രുതി പോവല്ലേ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി പോകുന്നുമുണ്ട്. അപ്പോൾ ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ സച്ചിനെ രേവതിനെയും കാണിക്കുന്നത്. അങ്ങനെ രേവതി സത്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞല്ലോ, കാറ് വിറ്റത് എന്തിനാണെന്ന്. അതിനുവേണ്ടി നമ്മുടെ രേവതി സച്ചിനെ ചോദ്യം ചെയ്യുകയാണ് വന്നിട്ട്. നിങ്ങൾ കാറ് വിറ്റത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, അവൻ നിങ്ങളോട് കാല് പിടിക്കാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അതുകൊണ്ടല്ലേ കാറ് വിറ്റത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു വാക്ക് എന്നോട് പറയത്തില്ലായിരുന്നോ? ഞാൻ അവനെ ചെന്ന് ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് അവനിട്ട് 2 കൊടുത്തിട്ടുണ്ട്. അവനിട്ട് ഞാൻ ഒരെണ്ണം കൊടുക്കണം എന്ന് ഓർത്തതാ, കാരണക്കുറ്റിക്കിട്ട് ഒരെണ്ണം കൊടുക്കണം എന്ന് ഓർത്തതാ. പിന്നെ എന്തോ ഞാൻ കൊടുത്തില്ല. ഇത് കേട്ടത് നമ്മുടെ സച്ചി ചോദിച്ചു, നിനക്ക് എന്തിൻ്റെ സൂക്കേടാടി, നീ എന്തിനാ ആന്റണിയുടെ പുറകെ നീ പോയത്? ഞാനും ആന്റണിയും തമ്മിലുള്ള പ്രശ്നം ഞാനും ആന്റണിയും തീർത്തോളാം, അതിൻ്റെ പുറകെ നീ പോകേണ്ട കാര്യമില്ല. ഓഹോ, ഇതെൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നമല്ലേ, അപ്പോൾ അത് തീർക്കാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. അധികാരവും അവകാശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് നാണമില്ലേ? റൗഡികളെ പോയി അവിടെ പോയി അവൻ്റെ ആ ഒരു കോട്ടയിൽ പോയി കിടന്ന് തല്ലുണ്ടാക്കാനായിട്ട് നിനക്ക് നാണമില്ലേന്ന് ചോദിക്കുമ്പം എനിക്ക് ഈ കാര്യത്തിൽ നാണമില്ല. എന്ത് കേട്ടാലും കണ്ടാലും അങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും. അങ്ങനെയാ ഈ രേവതി പഠിച്ചിട്ടുള്ളൂ, അല്ലാതെ പാത്തും പതിങ്ങൊന്നും ഈ രേവതി ഇരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് ഷൗട്ട് ചെയ്യുക. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനോ തർക്കിക്കാനോ ഒന്നുമില്ല, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്, അതാ എനിക്ക് പറയാനുള്ളത്. പിന്നെ ആദ്യം നീ ആന്റണീനെ നന്നാക്കാൻ നോക്കണ്ട, നീ ആദ്യം പോയി നിന്റെ അനിയനെ നന്നാക്കാൻ നോക്ക്. നിന്റെ അനിയനെ നന്നാക്ക്, അത് കഴിഞ്ഞിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കിയാൽ മതി. അതിന് എൻ്റെ അനിയന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നമില്ലേ. ഈ ആന്റണി പ്രശ്നക്കാരനാണെങ്കിൽ ഈ പ്രശ്നക്കാരൻ്റെ കൂടെ എന്തിനാ നിന്റെ അനിയനെ പറഞ്ഞു വിടുന്നത്? അത് പിന്നെ സച്ചേട്ടാ നീ വിക്കി നിൽക്കുമൊന്നും വേണ്ട, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പം നീ കൂടുതൽ ഗുണ്ട കളിക്കാനോ റൗഡി കളിക്കാനോ ഒന്നും പോകണ്ട, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. പറഞ്ഞല്ലോ, നിന്റെ അനിയൻ്റെ കാര്യത്തിൽ നീ ഇടപെടുവോ ഇടപെടാതെ ഇരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇടപെടുകയോ അതുപോലെ എൻ്റെ കാര്യങ്ങൾ പുറകെ നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനോ വന്നു കഴിഞ്ഞാൽ രേവതി, ഇതുപോലെ എല്ലാവർക്കും ഞാൻ ഇനി നിന്നോട് പ്രതികരിക്കുക. അതുകൊണ്ട് നിനക്കിപ്പോൾ ആവശ്യത്തിന് തൊഴിലും ഒക്കെ ഉണ്ടല്ലോ, പൂ കെട്ടുകയോ വിൽക്കുകയോ മേടിക്കുകയോ കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താലോ, നീ അത് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ കൂടുതൽ നോക്കണ്ട എന്നും പറഞ്ഞ് അങ്ങ് പോയിട്ടോ. നമ്മുടെ രേവതിക്ക് എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. കാരണം ശരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റ് കാര്യമല്ലേ നമ്മുടെ
സച്ചി പറഞ്ഞത്. ആദ്യം അനിയനെ നന്നാക്കണം. ഒരിക്കലും നമ്മുടെ ആന്റണി കാരണമാണ് ശരത്ത് ചീത്തയെന്ന് പറയാൻ പറ്റില്ല. കാരണം ശരത്ത് വിചാരിച്ചിട്ടാണല്ലോ ആന്റണിയുടെ അടുത്ത് നിന്ന് കയറി കൊടുത്തത്. ഇല്ലെങ്കിൽ ചെന്ന് കയറി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരാൾ ചീത്തയാണെങ്കിൽ നമ്മൾ വിചാരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അതൊരിക്കലും കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ സച്ചി പറയുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഓട്ടോറിക്ഷയ്ക്ക് ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും പെട്ടെന്ന് സച്ചിയുടെ പഴയ ഒരു കൂട്ടുകാരനെ കാണുകയാണ്. അങ്ങനെ പഴയ കൂട്ടുകാരനല്ല, ഇപ്പോഴും കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരനെ കണ്ടതും കൂട്ടുകാരൻ, എടാ സച്ചി നീയോ, ഇതെന്താടാ നീ ടാക്സിയൊക്കെ വിറ്റെന്ന് പറയുന്നത് കേട്ടു, ശരിയാണോ? അത് പിന്നെ എന്ത് ചെയ്യാനാടാ, ടാക്സി വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു, അപ്പോൾ ടാക്സി വിറ്റു, അത്രേ ഉള്ളൂ. ആണോ? അല്ല ഓട്ടോ ഓടിയിട്ട് എങ്ങനെയുണ്ട്? ഓട്ടോ ഓടിയിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ലേ, പിന്നെന്താ നമ്മൾ പേടിക്കുന്നത്? ടാക്സി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഡ്രൈവർ തന്നെ. ഞാൻ ഈ ജോലി സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ചെയ്യുന്നതല്ലേ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല നിനക്കെന്താ ജോലി? എനിക്കെന്താ ജോലി എന്ന് വെച്ചാലേ ഞാൻ ഈ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങ് നടക്കുകയാണ്. പാർട്ടിക്കാരനാണോ അപ്പം നീ ഇപ്പോൾ? അതേന്നേ. എടാ നീ ഒരു കാര്യം ചെയ്യാമല്ലായിരുന്നോ? ഇലക്ഷനിൽ നിന്ന് നോക്കണം, നീ ജയിക്കൂടാ. നിനക്ക് ഇവിടെയുള്ള എല്ലാവരുമായിട്ട് വലിയ പിടിപാടല്ലേ, നിന്നെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നിന്നോടെല്ലാവർക്കും കാര്യമാണ്. സച്ചി നീ കയറുന്നുണ്ടോ പാർട്ടിയിൽ? എങ്കിൽ പിന്നെ പാർട്ടിയിൽ കയറിക്കോ. നമുക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒന്ന് ഇലക്ഷനൊക്കെ നിന്ന് നോക്കാം. എൻ്റെ പൊന്നോ, ഞാൻ പാർട്ടിയിലും ഇല്ല ഒന്നിലുമില്ല. ഇപ്പം അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്, അത് മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെനിക്ക് ഇഷ്ടമുള്ള തൊഴിലാണ്, ഈ തൊഴിലും കൊണ്ട് ഞാൻ ജീവിച്ചോളാം. അല്ല നീ എന്താ ഇപ്പം ഇവിടെ എന്താ ഈ ബോർഡൊക്കെ? അത് പിന്നെ ഒരു 750 പേരുടെ വിവാഹം, അതായത് ഈ സമൂഹ കല്യാണം നടത്തുന്നുണ്ട്. അത് ഞങ്ങളുടെ നേതാവാണ് അതിന് മുൻകൈ എടുത്ത് നടത്തി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫ്ലെക്സ് ബോർഡാണ്. അപ്പം ഞാൻ അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് തിരക്ക് പിടിച്ച് ഓടി നടക്കുകയാണ്. 750 കല്യാണമോ? അപ്പോൾ 750 ചെക്കന്മാർ. 750 ചെക്കന്മാർക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ലടാ, ഈ 750 ചെക്കന്മാരുടെ ഭാവി ജീവിതം, ഭൂതം, കാലം എല്ലാം പോയില്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലടാ, അവർ പോയി കുഴി ചാടാൻ പോവല്ലേ. ഈ കുഴിയിൽ മനഃപൂർവ്വം എടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാടെ ഈ കല്യാണം എന്ന് പറയുന്നത്. ഓഹോ, നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെയാണോ അനുഭവം? എനിക്ക് മാത്രമല്ലടാ, കല്യാണം കഴിഞ്ഞവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് നീ കേൾക്കണം. ഇത് തന്നെ അനുഭവം. ഓഹോ അങ്ങനെയോ? ഏതായാലും നീ കയറി വാ, ഞാൻ എൻ്റെ നേതാവിനെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം സച്ചു പറഞ്ഞു, ഇല്ലടാ ഞാൻ പോവാ. കയറി വാടാ, ഇവിടെ വരെ വന്നതല്ലേ, നീ കയറി വാ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിനെയും കൂട്ടി നേതാവിനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി അയാളങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ഇയാളെ കണ്ട ഉടനെ തന്നെ നേതാവ് പറഞ്ഞു, അല്ലടാ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? 750 കല്യാണം ഉറപ്പല്ലേ? നാളെ 750 പേരും റെഡിയല്ലേ? 750 ചെക്കനും 750 പെണ്ണും റെഡിയാണോ? അത് പിന്നെ അതൊക്കെ റെഡിയാക്കാം സാർ. അപ്പം റെഡിയായില്ലേ? അത് പിന്നെ ഒരു 10-25 പേരത് കുറവുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. 750 പേരുടെ സമൂഹ വിവാഹം എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 750 പേര് തന്നെ വേണം, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം, അത് പിന്നെ സാറേ അതെന്താടാ നിനക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഇത്ര തപ്പല്? അല്ല നീ പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഞാൻ ഏറ്റത്. അത് പിന്നെ സാറേ, അല്ല ഇതാരാ നിന്റെ കൂടത്തിൽ വന്നിരിക്കുന്നത്? ഇതെൻ്റെ കൂട്ടുകാരനാ. നിന്റെ കൂട്ടുകാരനാണോ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ദേ നിൽക്കുന്ന ഒരാൾ ഇവനായില്ലേ, ഇവനെ നമുക്കങ്ങ് കെട്ടിക്കാം. അപ്പോൾ പെട്ടെന്ന് സച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഞാനൊന്ന് കെട്ടിയതാ, ഇനി എനിക്ക് കെട്ടാനൊന്നും പറ്റത്തൊന്നുമില്ല. അല്ല ഈ സമൂഹ വിവാഹമാ, ഒരു കാര്യം ചെയ്യാം, നിന്റെ ഭാര്യനെ നീ ഒന്നുകൂടി അങ്ങ് കെട്ട്. എൻ്റെ പൊന്നു സാറേ ഞാൻ 2 തവണ കെട്ടി, എനിക്ക് ഇനി കെട്ടാൻ വയ്യ. കെട്ടി ഇനിയിപ്പം കെട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു ഞെട്ടലാ സാറേ. ഓഹോ അങ്ങനെയാണോ? അപ്പോഴേക്കാണ് അയാൾ ചോദിച്ചത്, അല്ലടാ പൂവും കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ? 750 പെണ്ണുങ്ങൾക്ക് 750 മാല, ആണുങ്ങൾക്കും 750 മാല. ആ 750 മാലയും 750 മാലയും കൂടെ ഒക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അത് പിന്നെ സാറേ ഒരു അബദ്ധം പറ്റി സാറേ. എന്തബദ്ധമാണ് പറ്റിയത് നിനക്ക്? അത് വേറൊന്നുമല്ല, ഈ പൂവൊക്കെ കെട്ടാൻ ഏൽപ്പിച്ച അയാളില്ലേ, അയാൾ ഒരു പെണ്ണുമായിട്ട് ഒളിച്ചോടിപ്പോയി. പെണ്ണുമായിട്ട് ഒളിച്ചോടിപ്പോയിന്ന്? ഏത് പെണ്ണുമായിട്ട്? ഏതോ ഒരു പെണ്ണുമായിട്ട് ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് ഇപ്പം തൽക്കാലം പൂ കെട്ടാൻ വേറെ ആരുമില്ല. അപ്പം എന്ത് ചെയ്യൂടാ ഞാൻ പൂ കെട്ടാൻ വേണ്ടി? ഇനിയിപ്പം ഈ 750 അല്ല, ചെറുക്കന്മാർക്കും 750, പെണ്ണുങ്ങൾക്കും 750. ഇത് ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? ഇവനെയൊക്കെ ഒരു പണിയേൽപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് സച്ചി പെട്ടെന്ന് പറഞ്ഞത്, അത് പിന്നെ കഴുത്തിലിടുന്ന പൂമാലയാണോ? അതേന്നേ കഴുത്തിലിടുന്ന പൂമാല. അല്ല സംഘടിപ്പിക്കാൻ പറ്റുമോ അതെനിക്ക്? അത് പിന്നെ സംഘടിപ്പിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കൊരു പൂക്കടയുണ്ടേ. എങ്കിൽ പിന്നെ സമ്മതിക്ക്, കണ്ണും അങ്ങോട്ട് അടച്ച്. നിന്റെ ഭാര്യയ്ക്ക് പൂക്കട ഉണ്ടെങ്കിൽ പിന്നെ 750 കൂട്ട് നോക്കടാ എത്രയാന്ന്. അത്രയും പൂമാല കെട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ നിനക്ക് കിട്ടും? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അപ്പോഴത്തേക്കും സച്ചിൻ, ശരിയാണല്ലോ, എങ്കിൽ പിന്നെ
എങ്കിൽ പിന്നെ അങ്ങ് ഏറ്റേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി എന്നാൽ പിന്നെ ചെയ്തു തരാം സാറേ, ഞാൻ പൂമാല എല്ലാം ചെയ്തു തന്നേക്കാം. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇതൊരു 20,000 രൂപയുണ്ട്, ഇതിപ്പം അഡ്വാൻസ് ആണ്, ബാക്കി കറക്റ്റായിട്ട് എല്ലാം ചെയ്തു തരികയാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു. ഈ ഡീൽ ഉറപ്പിച്ചാലോ? എങ്കിൽ പിന്നെ ശരി സാറേ, ഈ ഡീൽ നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു പൂമാലയുടെ ഡീലൊക്കെ ഏറ്റുകൊണ്ട് 20,000 രൂപയൊക്കെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. രേവതിക്ക് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കുമല്ലേ. കാരണം രേവതിക്ക് നിസ്സാരമായിരിക്കാം ഇത്രയും പൂമാല കെട്ടുക എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത്രയും പൂമാല 2 ദിവസത്തിനുള്ളിൽ കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, 10,000-ത്തിനടുത്ത് ഉണ്ട് ഈ ഒരു പൂമാല എന്ന് പറയുന്നത്. അപ്പം പിന്നെ അത്രയും പൂമാല കെട്ടുന്നത് എങ്ങനെ കെട്ടും നമ്മുടെ രേവതി? ആകെപ്പാടെ രേവതിക്കും വല്ലാത്തൊരു കൺഫ്യൂഷനായി പോയിട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന രേവതിക്കും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് രേവതി ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ സച്ചി വരികയാണ്. സച്ചി വന്നിട്ടൊരു കാര്യം പറഞ്ഞു, അതെ അച്ഛാ രേവതിനെ അങ്ങ് വിളിക്കാം. അപ്പം പറഞ്ഞു, നിനക്ക് വിളിച്ചാൽ എന്താ, നിന്റെ നാക്ക് പോയിട്ടൊന്നുമില്ല, നീ വിളിക്കുക. അത് പിന്നെ അച്ഛൻ അങ്ങോട്ട് വിളിച്ചാൽ മതി. എടാ നീ വിളിക്കടാ, അച്ഛനോടല്ലേ പറഞ്ഞ് വിളിക്കാനാ. എടീ രേവതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രേവതിനെ വിളിച്ചു. അപ്പോൾ രേവതി വന്നു. എന്താ അച്ഛാ? അത് പിന്നെ ഇവനെന്തോ പറയാനുണ്ടെന്ന്. അത് പിന്നെ അച്ഛാ വേറെ ഒന്നുമല്ല, രേവതിയോട് ചോദിച്ചേ കുറച്ച് പൂമാല കെട്ടാൻ പറ്റുമോന്ന്. പൂമാല കെട്ടാൻ പറ്റുമോന്നോ? പൂമാല കെട്ടാൻ പറ്റുമോന്ന് ചോദിക്കുക. അത് പിന്നെ കെട്ടാ അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ കുറച്ചേറെ വരും, ഒരു 2,000-ലധികം പൂമാലയൊക്കെ വരും. അത്രയും പൂമാലയോ? അത്രയും പൂമാല വേണമെന്നാ പറഞ്ഞത്. ഒരു 750 ചെക്കനും 750 പെണ്ണും ഉണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല ഇടണമല്ലോ. അത്രയും പൂമാലയൊക്കെ ഞാൻ എങ്ങനെയാ അച്ഛാ കെട്ടുന്നത്? അത് പിന്നെ അച്ഛാ അവളോട് ചോദിക്കാം, അവൾക്ക് കെട്ടാൻ പറ്റൂല്ലോ എന്ന്. 2 ദിവസത്തിനുള്ളിൽ കെട്ടണം. അത് പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരി ചേച്ചിമാരുണ്ട്, അവരെയും കൂടെ വിളിച്ചിട്ട് കെട്ടാനാണെങ്കിൽ ഓക്കെ. അല്ല ഒരു പൂമാലയ്ക്ക് എത്ര രൂപ വെച്ച് തരും എന്ന് ചോദിച്ചു നോക്കിയേ, എത്ര രൂപ വെച്ച് വേണം എന്ന് ചോദിച്ചു നോക്കിയേ. ഒരു പൂമാലയ്ക്ക് ഒരു 500 രൂപയൊക്കെ ആകും. 600 രൂപയാണ്. സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വെച്ചാൽ, എന്നാലും ഒരു പൂമാലയ്ക്ക് ഒരു 500 രൂപ വെച്ച് എടുത്തേക്കാം. ഇത്രയും പൂമാല ഉള്ളതല്ലേ. ഏതായാലും ഞാൻ എൻ്റെ കൂട്ടുകാരി ചേച്ചിമാരുടെയൊക്കെ വിളിച്ച് ഒപ്പിക്കാം, 2 ദിവസത്തിനുള്ളിൽ ഒപ്പിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ റെഡി അച്ഛാ, അഡ്വാൻസ് 20,000 രൂപ ഇന്നാ പിടിച്ചോ. അതെനിക്കല്ലോടാ തരേണ്ടത്, ഇവളല്ലേ പൂമാല കിട്ടുന്നത്, അപ്പോൾ ഇവക്കല്ലേ കൊടുക്കേണ്ടത്. അത് പിന്നെ അച്ഛൻ അങ്ങോട്ട് കൊടുക്കുക എന്നിങ്ങനെ പറയാം. അച്ഛൻ കൊടുക്കുന്നില്ല, നീ അങ്ങ് കൊടുത്താൽ മതി. എന്നാ 20,000 രൂപയുണ്ട് എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിലും കൊടുത്തു. അപ്പോൾ രേവതി പറഞ്ഞു, അത് പിന്നെ കുറച്ചും കൂടെ ചിലവൊക്കെ ആവും, കാരണം അവർ ഓട്ടോയ്ക്ക് വരണം, പൂവെടുക്കാൻ ഓട്ടോയ്ക്കൊക്കെ അല്ലേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വണ്ടി വിളിച്ച് പോകണം. അപ്പോൾ വണ്ടിക്കൂലിയൊക്കെ കുറച്ച് കൂടുതലാകും. അത് പിന്നെ കുറച്ച് വണ്ടിക്കൂലി മേടിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്, അവരുടെ ഓട്ടോയ്ക്ക് പോയാൽ മതി എന്നിങ്ങനെ പറയുക. അതാരാ? അത് പിന്നെ വേറെ ആരുമല്ല, ഞാനാച്ചാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, ആണോ എങ്കിൽ പിന്നെ ഓക്കെ അച്ഛാ, സെറ്റാ, 2 ദിവസത്തിനുള്ളിൽ പൂമാല കെട്ടിക്കൊടുക്കാം. പിന്നെ നമ്മുടെ രേവതി ആരാ അല്ലേ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു പൂമാലയ്ക്ക് 500 രൂപ വെച്ച് എത്ര രൂപ നമ്മുടെ രേവതിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു 2 ദിവസം കൊണ്ട്. ചന്ദ്ര ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പൊട്ടിത്തെറിച്ച് നിൽക്കില്ലേ നമ്മുടെ ചന്ദ്ര. അയ്യോ, ഇത്രയും രൂപ നമ്മുടെ രേവതിയുടെ കയ്യിൽ വരുന്നത് ചന്ദ്ര സഹിക്കുമോ? ഏതായാലും ചന്ദ്ര ഇത് അറിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ ചങ്ക് തകരും കേട്ടോ. രേവതിക്ക് ഒറ്റയടിക്ക് ഇത്ര രൂപ കയ്യിൽ വരാൻ പോവുകയാണ്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ദിവസം എന്ന് പറയുന്നൊന്നുമില്ല, ഉച്ചയൊക്കെ ആകാറായി, ഒരു നല്ലൊരു സായാഹ്നത്തിലേക്കൊക്കെ പോവുകയാണ്. ഒരു നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ ചാനലിൽ കയറി ഒന്ന് നോക്കിയാൽ മതി, കാണാൻ നിങ്ങൾക്ക്. ഇതുവരെ ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ച് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.